ഹലോ ഗൈസ്, പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ആൻഡ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സോ നമ്മുടെ ആദ്യത്തെ പരിപാടി ഓണായിട്ട് നമുക്ക് പൂക്കളിടണം. സോ പൂക്കളിടാൻ വേണ്ടി നമ്മുടെ സ്വന്തം പൂക്കൾ വെച്ചാണ് നമ്മൾ പൂക്കളിടാൻ പോകുന്നത്. സോ ലെറ്റ്സ് കട്ട് പൂക്കൾ. സോ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഓറഞ്ച് കളറും ഉണ്ട്, പിന്നെ മഞ്ഞയുണ്ട് ഗൈസ്, കണ്ടോ അവിടെ. സോ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രശ്ന പൂക്കളിടുന്നത്. സോ എന്തായാലും കട്ട് ചെയ്യട്ടെ ഗൈസ്. അപ്പോൾ അതേ ഒരു സെറ്റ് കളറ് പൂക്കൾ നമ്മളത് എടുത്തിട്ടുണ്ട് ഗൈസ്. സോ എല്ലാവരും കടയിൽ നിന്ന് മേടിക്കും. നമ്മൾ വീട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് നമ്മൾ ഈ പ്രാവശ്യത്തേക്ക് നമ്മൾ ഉണ്ടാക്കിയെടുത്ത പൂക്കളാണ് ഗൈസ്. സെറ്റല്ലേ? ഇനി ഇത് പെറ്റൽസ് ആക്കി എടുക്കട്ടെ ഗൈസ്. അതെ, നമ്മൾ പെറ്റൽസ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ അടുത്ത രണ്ട് കളറ് എടുത്തിട്ടുണ്ട്. ഒരു ഓറഞ്ച് യെല്ലോയും പിന്നെ യെല്ലോയും എടുത്തിട്ടുണ്ട് ഗൈസ്. സോ ഇനി ഇതും പെറ്റൽസ് ആക്കണം ഗൈസ്. സെറ്റ് നമ്മൾ പൊട്ടിച്ചു ഗൈസ്. അങ്ങനെ നമ്മൾ പൂക്കളം ഇടാൻ തുടങ്ങിയാണ് ഗൈസ്. എല്ലാം സെറ്റ് ഗൈസ്. നമ്മളങ്ങനെ പൂക്കളിട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. ഹോം മെയ്ഡ് പൂക്കളാണ് ഗൈസ്. ഹോം മെയ്ഡ് പൂക്കളം, വീട്ടിലുള്ള പൂക്കൾ മാത്രം വെച്ച് ഇട്ടിരിക്കുന്ന സെറ്റപ്പാണ് ഗൈസ്. സോ ഗൈസ്, നമ്മൾ പൂക്കളിട്ട് സെറ്റാക്കി. ഈ പ്രാവശ്യത്തെ നമ്മുടെ ഓണാഘോഷ പരിപാടി നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. നമ്മുടെ അന്ന് കാണിച്ച നമ്മുടെ കല്യാണത്തിന് പോയ അവരുടെ വീട്ടിലാണ്. പുതിയ ദമ്പതികളുടെമായി നമ്മുടെ പുതിയ ഓണാഘോഷ പരിപാടികളാണ്. സോ നമുക്ക് ഓണത്തിൻ്റെ സദ്യയും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്തേക്കണേ. അതായത് നമ്മളിന്ന് വീട്ടിൽ സദ്യ ഒന്നും ഉണ്ടാക്കിയില്ല. സോ എന്തായാലും അങ്ങോട്ടേക്ക് പോവുകയാണ് ഗൈസ്. ഇനി അവിടെ എത്തിയിട്ട് സദ്യയും കാര്യങ്ങളും ബാക്കി സംഭവങ്ങളൊക്കെ പൂക്കളും കാര്യങ്ങളൊക്കെ കാണിച്ചത് അല്ലേ? യെസ്. നമ്മളങ്ങനെ അവിടെ നിന്ന് ഫുഡ് കഴിച്ച് ഇറങ്ങി ഇപ്പോൾ എവിടെ എത്തിയെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. സോ മമ്മിയുടെ വീട്ടിലായ മരച്ചക്കര നമ്മൾ വന്നിരിക്കുകയാണ് അപ്പാപ്പൻ്റെ അമ്മമ്മയുടെ അടുത്തേക്ക്. സോ അവിടുത്തെ ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു? ഫുഡ് അടിപൊളിയായിരുന്നു. നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ച് പായസമൊക്കെ കുടിച്ച് വയറിന് നിറച്ച് നമ്മൾ ഇങ്ങോട്ട് പോന്നിരിക്കുകയാണ്. ഇനി ഇവിടെ എല്ലാവരും എത്തി കഴിഞ്ഞിട്ട് ബാക്കി സംഭവങ്ങൾ കാണിച്ചു തരാം. അല്ല, വെയിറ്റ് ചെയ്യും, പാട്ട് പാടണം കേട്ടാ. നിന്റെ സ്റ്റോറിയൊക്കെ ഞാൻ പബ്ലിക്കാക്കിയിട്ടുണ്ട്. വേറെ വീട്ടിലേക്ക് ഏത് വീടത്? ഏത് വീടത്? ആര്? നിനക്കെന്താ ജോലി അതിന് പൈസ കിട്ടാൻ? വീഡിയോ എടുക്കാനുള്ള മരക്കഴുതിയാണ്, കോഴിയാണ്. അവിടെ അത് കളിക്കും. അവിടെ അവിടെ ഒരെണ്ണം തരുവൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താ ചോദിച്ച? എന്റെ പുറകെ എന്തിനാ പോങ്ങടി? ആരോ ഒന്നും ഞാൻ വന്നില്ലല്ലോ, നീയല്ല എന്റെ പിന്നാലെ തന്നെ. ആ എവിടെ എവിടെ ഇത് കണ്ട വാലെന്ന് പറഞ്ഞിട്ട് പാര വാലിന്റെ ബാക്കിൽ തന്നെ. ഞാനല്ലേ, ഞാൻ ഇവിടെ നിൽക്കാണ്. നീ ഇനിയിപ്പോ ഞാൻ ഇങ്ങനെ നടന്നത് വാല് വാല് വേണ്ട. ഞാൻ വന്നില്ലല്ലോ. ഞാൻ കണ്ട ആ ദേഷ്യം തന്നെ കണ്ട വാലെന്ന് പറഞ്ഞപ്പോഴേക്കും. അവന്റെ കൂട്ടുകാരെ കാണാൻ പോണ്ട്. പൊക്ക പോയി കണ്ടിട്ട് ഗൈസ്. അപ്പം ഇന്ന് ഓണാഘോഷത്തിൻ്റെ കൂടെ നമ്മുടെ ബാംഗ്ലൂരിലുള്ള പാപ്പൻ്റെയും പിന്നെ ആലുവയിലുള്ള ജോവിൻ്റെയും ബർത്ത്ഡേ ആഘോഷിച്ചിരുന്നു. പാപ്പൻ്റെ ബർത്ത്ഡേ ഇന്നാണ്, ജോവിൻ്റെ ബർത്ത്ഡേ തിങ്കളാഴ്ചയാണ്. അപ്പോൾ നമ്മൾ രണ്ടും കൂടി ഒന്നിച്ച് ആഘോഷിച്ചു ഗൈസ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ബൈ ബൈ.
ബേബി. സോ ഗൈസ് അങ്ങനെ 2025 ഓണം അവസാനിച്ചിരിക്കുകയാണ്. സോ നിങ്ങൾ ഈ വീഡിയോ മിക്കതും ഇന്ന് 5-ാം തീയതി അല്ല 6-ാം തീയതി രാവിലെ ആയിരിക്കും, രാവിലെ തൊട്ടുള്ള ആയിരിക്കും ഞാൻ മിക്കതും അപ്ലോഡ് ചെയ്യണം. കാരണം ഇപ്പം നമ്മൾ അമ്മ വീട്ടിൽ പോയി വന്നപ്പോഴുള്ള സമയം 11 PM ആണ് ഗൈസ്. സോ എന്തായാലും ഇന്ന് അപ്ലോഡ് ചെയ്യലും നടക്കില്ല, നാളെ രാവിലത്തേക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ വാച്ച് ചെയ്യുമ്പോൾ 6th ആയിട്ടുണ്ടാവും. സോ ഓണപ്പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സോ 2025 ഈസ് ഗോയിങ് ആസ് ഫാസ്റ്റ് ട്രെയിൻ സെറ്റപ്പാണ്. കാര്യം ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ പൂജ വരും, ദീപാവലി വരും, ക്രിസ്മസ് വരും, 2025 തീരുന്നു. സോ പെട്ടെന്നാണ് പോകുന്നത്. നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് പോയ പോലെയാണ് ഫീൽ ചെയ്തതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നാളെ അടിപൊളി വ്ളോഗ് ആയിരുന്നു. എല്ലാവർക്കും